ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോട്ടോ ആർട്ടിസ്റ്റ്. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോഡിൽ അധികം കണ്ടുവരാത്ത മാരുതി സുസുക്കിയുടെ ഒരു ജിപ്സിയാണ് കേട്ടോ. 2016 മോഡൽ വണ്ടിയാണ്. നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. 2016 മോഡൽ ജിപ്സിയാണ്. മാരുതിയുടെ ഒരുപാടധികം വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഓടുന്നുണ്ടെങ്കിലും ജിപ്സി എന്ന് പറഞ്ഞാൽ വളരെ റയർ ആയിട്ട് മാത്രമേ കണ്ടുവരാറുള്ളൂ. ഇതൊരു എക്സ് മിലിറ്ററി വണ്ടിയാണ്. മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ ലാസ്റ്റ് ജനറേഷൻ ജിപ്സികൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് 2016 എന്ന് വെച്ചാൽ 2016 മാനുഫാക്ചറിംഗ് തന്നെ 2016 ഉണ്ട്. എക്സ് മിലിറ്ററി ആയിട്ട് വരുന്ന വണ്ടി തന്നെയാണ്. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എഞ്ചിൻ വരുന്നത് MPFI 1.3 എഞ്ചിനാണ് വരും, പെട്രോൾ എഞ്ചിനാണ് വരും. അതുകൊണ്ട് തന്നെ മൈലേജിന്റെ കാര്യം വളരെ ഷോക്കായിരിക്കും. മൈലേജ് 10-12 കിലോമീറ്റർ മാക്സിമം മൈലേജ് കിട്ടുള്ളൂ. ഇത്രയും വലിയ ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം 10-12 കിലോമീറ്ററിനുള്ളിൽ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷേ ഒരു വണ്ടിയുടെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കിളിക്കുഞ്ഞ് പോലത്തെ ഒരു കളറും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാടധികം ആക്സസറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ബമ്പർ മാറിയിട്ടുണ്ട്. ബമ്പർ ഓഫ് റോഡ് ബമ്പർ കാര്യങ്ങളൊക്കെ അതിന് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ആൻഡ് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇവിടെ കയറാനൊരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ടയർ 80 ടയർ ആണ് വരുന്നത്. ഓൾ ടെറൈൻ ടയറേഴ്സ് ആണ് വരുന്നത്. ആൻഡ് ഇതെല്ലാം പുത്തം പുതിയ ടയറാണ്. ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും അല്ലാത്ത 5 ടയറും പുത്തം പുതിയ ടയറാണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് പറയാൻ കാരണം ഇത് സെയിലിനുള്ള വണ്ടിയാണ്. അതിന്റെ ഡീറ്റെയിൽസും കൂടെ പറയാം. ആൻഡ് വണ്ടിയിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് പവർ സ്റ്റിയറിംഗ് ഇട്ടിട്ടുണ്ട്. AC ഇട്ടിട്ടുണ്ട്. ACക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൂളും കാര്യങ്ങളാണ്. ഇതൊരു റാലി ക്യാബിനാണ് വരുന്നത്. ജിപ്സിയുടെ ടോപ്പ് ഇങ്ങനെ അല്ല വരിക, ഇവിടെ ഇത്രയും വരില്ല, സോഫ്റ്റ് ടോപ്പ് ആയിട്ടാണ് വരിക. ഇതൊരു റാലി ക്യാബിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AC കാര്യങ്ങളൊക്കെ നല്ല കൂളായിട്ട് നിൽക്കുന്നു. സൈഡ് പ്രൊഫൈൽ വരുന്ന ഇതാണ്. അത്യാവശ്യം ചെറിയ വണ്ടിയാണ്. എല്ലാ പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ വണ്ടിയാണ്. ഓഫ് റോഡിങ്ങിലൊക്കെ ആണെങ്കിൽ ഏത് ഗ്യാപ്പിലും കൊണ്ടുവിടാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മിലിറ്ററിക്ക് ഈ വണ്ടി വരുന്നത്. ഏത് ചെറിയ റോഡിലോടും കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടി തന്നെ ആയതുകൊണ്ടാണ് മിലിറ്ററി പർപ്പസിന് ഈ വണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബാക്കിലെ സീറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഒരു റോൾ ഗേജ് സെറ്റപ്പിൽ ഒരു ചെമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു 4 പേർക്ക് ഇവിടെ ബാക്കിലും ഫ്രണ്ടിൽ 2 പേർക്കും, അങ്ങനെ ടോട്ടൽ 6 സീറ്റ്, 6 സീറ്ററാണ് വണ്ടി വരുന്നത്. ബാക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റെപ്പിന് ഇവിടെ കാണാം. ആൻഡ് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡോറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ സെക്ഷനിൽ യാതൊരു ചേഞ്ചോ കാര്യങ്ങളൊന്നും ഇതൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. XP രജിസ്ട്രേഷനിലാണ് നിലവിൽ വണ്ടിയുള്ളത്. വണ്ടി 2016 മോഡൽ വണ്ടിയാണ്. മാനുഫാക്ചറിങ് 2016 ആണ്. 2023 അവിടെ XP രജിസ്ട്രേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ 2031 വരെ നിലവിൽ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജിപ്സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വളരെ റയറായിട്ട് കിട്ടുന്ന വണ്ടി, വളരെ റയർ, നല്ല കണ്ടീഷൻ വണ്ടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് 2016 വണ്ടി കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 2014 വണ്ടി കുറച്ച് മുന്നേ വന്നിരുന്നു. അതിനുശേഷം 2016 വരുന്നത് വളരെ റയറായിട്ട് മാത്രം കാണുന്നൊരു വണ്ടി തന്നെയാണ്. ആൻഡ് പിന്നെ ഇന്റീരിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. യാതൊരു ഡാമേജും ഇല്ലാത്ത നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റൂഫ് ഫുള്ള് ഈ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ റൂഫ് കാര്യങ്ങളൊക്കെ ഫുള്ള് കസ്റ്റം ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഡോറിലും ഈ പ്രിന്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇവിടെ 2 നമ്മളെ ഫോഗ് ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഇവിടെ 2 ഇതിന്റെ റൂഫിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്വിച്ചാണ്. ഇവിടെയാണ് ACയുടെ സ്വിച്ച് വരുന്നത്. ആൻഡ് 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ 4 വീലിന്റെ ഗിയർ ബോക്സ് അത്യാവശ്യം നല്ല രസമാണ്. ചെറിയ കുട്ടി ഗിയറാണ് വരുന്നത്. കുട്ടി ഗിയർ എന്ന് പറയുന്നത് കറക്റ്റ് ഗിയറാണ് നമ്മുടെ ജീപ്പിനൊക്കെ വരുന്ന പോലെ തന്നെ. ആൻഡ് 4+1 ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെയാണ്, 5+1 ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്. MPFI എഞ്ചിനാണെന്ന് പറഞ്ഞു. എഞ്ചിനൊക്കെ പക്കാ നീറ്റ് ആൻഡ് സൗണ്ട്, തീരെ സൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല സൗണ്ട്, നോയ്സ് ക്യാൻസലേഷൻ, നോയ്സ് ഇല്ലാത്ത എഞ്ചിനാണ് വരുന്നത്. അതിന് വണ്ടി കണ്ടല്ലോ, ഓവറോൾ വ്യൂ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വണ്ടി വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്ന കേട്ടോ. ഇതിന്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റയിൽ റീലിട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു 2016 ജിപ്സി ഉണ്ടോ. ജിപ്സി 2016 ഉണ്ട്. 2019 വരെ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ജിപ്സി മാരുതി സുസുക്കി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് 2016 വണ്ടിയാണ്. 2016 BS4 അല്ല, BS3 എഞ്ചിനാണ് വരുന്നത്. ഒരുപാട് പേര് ആ ഒരു സംശയം കൂടെ ചോദിച്ചായിരുന്നു. 2016 ആകുമ്പോൾ BS4 എഞ്ചിനാണോ? 2017 മുതലാണ് BS4 എഞ്ചിനുകൾ വരുന്നത്. ആൻഡ് ആ സമയത്തൊന്നും ജിപ്സി നമുക്ക് അങ്ങനെ കിട്ടാനില്ലാത്ത അതാണ്. അത് പൊതുവെ പുറത്ത് മാർക്കറ്റിൽ കിട്ടാനില്ല. മിലിറ്ററിക്ക് വേണ്ടിയിട്ട് മാത്രം മാരുതി സുസുക്കി കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിലിറ്ററി അധികം വണ്ടിയിൽ അവിടുന്ന് ഔട്ടാവും. അതിനുശേഷം റീബിൽഡ് ചെയ്തു വരുന്ന വണ്ടികളാണ്. അതുകൊണ്ട് ഇതിൽ യാതൊരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇതിൽ ഗ്ലാസോ അല്ലെങ്കിൽ മേജർ ആക്സിഡന്റോ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതൊന്നും നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കാരണം ഇത് പറഞ്ഞാൽ അവിടെ മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ചേസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ബോഡി കാര്യങ്ങളുണ്ടാവും.
ഇത് മൊത്തം റീബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പം ആ കാര്യത്തിലൊന്നും യാതൊരു ഗ്യാരണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ജിപ്സി ഇങ്ങനത്തെ വണ്ടികൾ നോക്കുന്നവർക്ക് അറിയാം. ഇങ്ങനത്തെ വണ്ടി ഫസ്റ്റ് ടൈം നോക്കുന്നവർക്ക് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്നിരുന്നു. ഇതിൽ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ കാര്യങ്ങളോ ഉണ്ടോയെന്ന്. അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് തന്നെയാണ്. ജിപ്സിയുടെ വുഡ് ഓപ്പൺ ചെയ്യൽ ഇവിടെയാണ്. ഇതിന്റെ ഡാഷിൽ വന്നിട്ട് ഇതിന്റെ ഉള്ളിലാണ് കേബിൾ വരിക. കേബിൾ വിളിച്ചതിന് ശേഷം ബോണറ്റ് പൊക്കിയാൽ മതി. എഞ്ചിന് കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ്. എഞ്ചിന്റെ സൈഡിൽ യാതൊരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാറ്ററി കാര്യങ്ങളൊക്കെ പുത്തൻ ബാറ്ററി കാര്യങ്ങളാണ്. 1.3 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ആൻഡ് നല്ല ഒരു കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. അതെന്ന് പറഞ്ഞ പോലെ തന്നെ 2016 മോഡൽ വണ്ടി. 2023 വരെ നിലവിലെ പേപ്പർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. ആൻഡ് 4 വീൽ ഡ്രൈവ് ഉണ്ട്, പവർ സ്റ്റാറിംഗ് ഉണ്ട്, പവർ ബ്രേക്ക് ഉണ്ട്, AC ഉണ്ട്. എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,50,000 ആണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് നെഗോഷ്യബിൾ ആക്കിയിട്ട് കൊടുക്കാനും പറ്റും. ഇവിടെ കേരളത്തിലോട്ട് NOC എടുത്തിട്ടുണ്ട്. NOC ചേഞ്ച് ആക്കാൻ ചെറിയൊരു എമൗണ്ട് എക്സ്ട്രാ വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഓടാം. അപ്പം ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ജിപ്സിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. ജിപ്സി ലവേഴ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.